മണിയുണ്ട പരീക്ഷ ഏത് നാളെ? മാത്സ്. ഓക്കെ ഇരി. നമുക്ക് മാത്സിൻ്റെ പഠിക്കുമ്പം നമുക്ക് ഒന്നുകൂടെ അങ്ങോട്ട് റിവൈസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ റിവൈസ് ചെയ്യാം. നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. അഡീഷൻ നിനക്ക് അറിയാമല്ലോ, കുഴപ്പമില്ലല്ലോ. 2 + 2 എത്ര? 2. 2 + 2 എത്രയാണ്? 2. ഓ ശരി. എന്നാൽ 2 + 2 എന്ന് പറയുന്നത് 4 ആണ്. 2ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 4 വരും. അഡീഷൻ നിനക്ക് അറിയാമെന്ന് വിശ്വസിച്ച് ഞാൻ സബ്സ്ട്രാക്ഷനിലോട്ട് പോവാം. അപ്പോൾ സബ്സ്ട്രാക്ഷൻ വരുമ്പം അതേ സെയിം ഇത് തന്നെ. 2 - 2 എത്ര? 2. 2. 2ൽ നിന്ന് 2 കുറച്ച് എത്ര വരും? 2. അപ്പോൾ അതും നിനക്കറിയത്തില്ല. അഡീഷനും അറിയത്തില്ല, സബ്സ്ട്രാക്ഷനും അറിയത്തില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം രാവിലെ അമ്മ നിനക്ക് ചപ്പാത്തി ഉണ്ടാക്കി തന്നു. 2 ചപ്പാത്തി നിനക്ക് ഞാൻ തന്നു. ആ 2 ചപ്പാത്തി നീ കഴിച്ചു. അപ്പോൾ ബാലൻസ് എന്തുണ്ട്? കറിയോ? കൂട്ടാൻ. എടാ 2 ചപ്പാത്തി തന്നു. നമ്മൾ കണക്കാ പഠിക്കുന്നേ. അപ്പോൾ 2 ചപ്പാത്തി നിനക്ക് ഞാൻ തന്നു. 2 ചപ്പാത്തി നീ കഴിച്ചു. പിന്നെ ആ പാത്രത്തിൽ എന്തുണ്ട്? കൂട്ടാനേ ഉള്ളൂ. കൂട്ടാനോ? ഒരു കാരണവശാലും നിനക്ക് പഠിക്കണമെന്നൊരു ചിന്ത ഇല്ലയോ കുഞ്ഞെ? കൂട്ടാനേ ഉള്ളൂ ആ പാത്രത്തിൽ. ചപ്പാത്തിയുടെ കണക്ക് ഞാൻ ചോദിച്ചപ്പോൾ നീ കൂട്ടാൻ്റെ കാര്യമാണോ പറയുന്നത്? ഇല്ലേ, എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പം നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ വരുമ്പം പഠിക്കണം. മനസ്സിലായി? പഠിക്കാനുള്ള താല്പര്യത്തോടെ ഇരിക്കണം. അങ്ങനെ വേണം പഠിക്കാൻ. ചപ്പാത്തിയുടെ കാര്യം പറയുമ്പോൾ കൂട്ടാൻ്റെ കാര്യം പറയുന്നു. നല്ല ബുദ്ധി. ഇങ്ങനെ തന്നെ പഠിക്കണം. മണികണ്ട, എനിക്ക് നിന്നെ പഠിപ്പിക്കാനേ വയ്യ, മടുത്തു.